Very good morning to all. Today we will discuss about the expected return and the risk of a portfolio. First of all, expected return. The expected return is the amount of profit or loss an investor can anticipate receiving on an investment. An expected return is calculated by multiplying the potential outcomes by the odds of them occurring and the totaling of these results. Essentially, a long-term weighted average of historical result expected return are not guaranteed. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി അത് പറയുന്നതാണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻ ഇൻവെസ്റ്റർ ക്യാൻ ആൻറ്റിസിപ്പേറ്റ് റിസീവിങ് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റർക്ക് പ്രതീക്ഷിക്കാവുന്ന എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ആൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ മൾട്ടിപ്ലൈയിങ് ദ പൊട്ടൻഷ്യൽ ഔട്ട്കംസ് ബൈ ദ ഓഡ്സ് ഓഫ് ദം ഒക്കറിങ് ആൻഡ് ദെൻ ടോട്ടലിങ് ദീസ് റിസൾട്ടിൽ എന്താണ് ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഔട്ട്കം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയും ആ ഔട്ട്കം വരാനുള്ള സാധ്യതയെ എന്ത് ചെയ്യുക, ആ ഔട്ട്കം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഗുണിക്കുകയും അതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുന്നത്. റിട്ടേണിനെ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് അത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടുന്നത്. So essentially a long-term weighted average of historical result expected return are not guaranteed. എന്തിൻ്റെ ബേസിലാണ്, ഹിസ്റ്റോറിക്കൽ റിസൾട്ടിൻ്റെ ബേസിലുള്ള ലോങ് ടേം വെയ്റ്റഡ് ആവറേജ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്റ്റഡ് റിട്ടേൺ നിർബന്ധമായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. അത് നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കില്ല. Then expected return of a portfolio. In expected return of portfolio നോക്കുക. To calculate a portfolio's expected return, an investor needs to calculate the expected return of each of its holdings as well as the overall weight of each holding. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ഹി ഹാസ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഹോൾഡിംഗ്. ആ പോർട്ട്ഫോളിയോയിലുള്ള ഹോൾഡിങ്സിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേണും ആസ് വെൽ ആസ് അത് കൂടാതെ എന്താണ് ഓവറോൾ വെയ്റ്റ് ഓഫ് ഈച്ച് ഹോൾഡിംഗ്. അപ്പം ഓരോ ഹോൾഡിങ്ങും എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു 4 ഹോൾഡിംഗ് ആണുള്ളത് നോക്കുക ഉള്ളത് എന്ന് വിചാരിക്കുക, എ ബി സി ഡി. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും എന്ത് ചെയ്യുക, എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് എത്ര ശതമാനമാണ് എന്തുള്ളത്, എ എത്ര പെർസെൻറ്റേജ്, ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എയുടെ പെർസെൻറ്റേജ്, ബിയുടെ പെർസെൻറ്റേജ്, സിയുടെ പെർസെൻറ്റേജ്, ഇതും എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. The basic expected return of formula involves multiplying each asset's weight in the portfolio by its expected return and then adding all these figures together. നമ്മൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈയിങ് ഈച്ച് അസറ്റ്സ് വെയ്റ്റ് ഇൻ ദ പോർട്ട്ഫോളിയോ ബൈ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതായത് ഓരോ പോർട്ട്ഫോളിയോയുടെയും ആ പോർട്ട്ഫോളിയോയിലുള്ള അസറ്റിൻ്റെ വെയ്റ്റ് കൊണ്ട് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യുക, ഗുണിക്കുകയും എന്ത് ചെയ്യുകയും ചെയ്യുക, ദെൻ ആഡിങ് ഓൾ ദോസ് ഫിഗേഴ്സ് ടുഗദർ. ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. The expected return is usually based on historical data and is therefore not guaranteed. അല്ലേ, നമ്മൾ പറഞ്ഞ എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് നിർബന്ധമായി ഇത് ഇത്ര ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയുവാൻ സാധിക്കുകയില്ല, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇക്വേഷൻ്റെ ഫോർമുല നോക്കുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ WA ഇൻറ്റു RA പ്ലസ് WB ഇൻറ്റു RB പ്ലസ് WC ഇൻറ്റു RC, വേർ WA എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സെക്യൂരിറ്റി A, RA എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി A, ദെൻ WB എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സെക്യൂരിറ്റി B, ദെൻ RB എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി B, WC എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സെക്യൂരിറ്റി C, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി C. അപ്പോൾ എത്ര ആണോ ഉള്ളത് ഹോൾഡിംഗ്, ഇപ്പോൾ ഡിയും ഇയും സിയും എഫും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്രയാണോ ഉള്ളത് അതിൻ്റെ എന്ത് ചെയ്യുക, വെയിറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ത് ചെയ്യണത്, കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. എ പോർട്ട്ഫോളിയോ ഹാസ് 3 ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് വെയ്റ്റ്സ് ഓഫ് 35% ഇൻ അസറ്റ് എ, 25% ഇൻ അസറ്റ് ബി ആൻഡ് 40% ഇൻ അസറ്റ് സി. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് അസറ്റ് എ ഈസ് 6%, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ബി 7%,
ആൻഡ് എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് സി ഈസ് എന്താണ് 10%. അപ്പോൾ നോക്കുക, ഒരു പോർട്ട്ഫോളിയോ എന്താണ് 3 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 35% എ എന്ന അസറ്റാണ്, 25% ബി എന്ന് പറയുന്ന അസറ്റാണ്, 40% എന്താണ് സി എന്ന് പറയുന്ന അസറ്റാണ്. അവരുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട് 6% ആണ്. അതേപോലെ എന്താണ് ബിയുടെ 7% ആണ്, സിയുടെ എന്താണ് 10% ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അസറ്റ് എ ബി സി. അതുപോലെ എന്താണ് വെയിറ്റ് എന്തിനാണ് 35%, 25%, 40%. എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട് 6%, 7%, 10%. So therefore നമുക്ക് എന്താണ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു എന്താണ് 35% ഇൻറ്റു 6% പ്ലസ് എയുടേതായി, ദെൻ ബി 25% ഇൻറ്റു 7% പ്ലസ് 40% ഇൻറ്റു 10% ഈസ് ഈക്വൽ ടു എന്താണ് 7.85% ആണ് നമ്മുടെ എന്താണ് പോർട്ട്ഫോളിയോയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു കോമൺ എന്താണ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ ദ ഫോർമുല ഫോർ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ മേ ബി എക്സ്പ്രസ്ഡ് എന്താണ് ആസ് ഷോൺ ബിലോ. ഇതാണ് ആർ പി ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ആർ ബാർ ഐ, വേർ ആർ ബാർ പി ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ, എക്സ് ഐ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി ഐ. അതുമ്പോൾ എയും ബിയും സിയും ഒക്കെ എന്താവാം ആവാം. ഓക്കെ, then Ri is equal to expected return of എന്താണ് security I, n is equal to number of securities in the portfolio. Okay, ഇതാണ് the expected return of portfolio. ഇനി നമ്മൾ പറയുന്നത് റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ റിസ്ക് ഈസ് എ ചാൻസ് ദാറ്റ് ദ കോമ്പിനേഷൻ ഓഫ് അസറ്റ്സ് ഓർ യൂണിറ്റ്സ് within the investment that an investor own fail to meet financial objective. എന്താണ് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാൻസ്. എന്താണ് ഒരു ചാൻസ് ആണ്. എന്തിനുള്ള ചാൻസ്? കോമ്പിനേഷൻ ഓഫ് അസറ്റ്സ് ഓർ യൂണിറ്റ്സ് വിത്തിൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ ഓൺ, ഒരു ഇൻവെസ്റ്റർ ഓൺ ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് അസറ്റ്സ് അതിൻ്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഫെയിൽ ആവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത്. സോ ദ വേരിയൻസ് ഓഫ് റിട്ടേൺ ആൻഡ് സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ ഓഫ് റിട്ടേൺസ് ആർ ആൾട്ടർനേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ മെഷറിങ് റിസ്ക്. അപ്പോൾ എന്താണ് റിസ്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയൻസ് ഓഫ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്താണ് റിട്ടേണുമാണ്. And the statistical measures that extend to which returns are expected to vary around an average over time. These statistical measures, the extent to which returns are expected to vary, അല്ല ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സൊക്കെ മെഷർ ചെയ്യുന്നത് എന്താണ് ഒരു ആവറേജിൻ്റെ മുകളിൽ ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണ് മാറുവാനുള്ള സാധ്യത. അപ്പോൾ എന്താണ് മീനിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് പറയുന്നത്. ഒരു ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഓവർ എ ടൈമിൽ ആവറേജിൽ നിന്നും വ്യതിചലിക്കാനുള്ള സാധ്യതയാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. So the variance or standard deviation of an individual security measures the riskiness of a security in absolute sense. എന്താണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ വേരിയൻസും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ചെയ്യുന്ന എന്താണ് ആ സെക്യൂരിറ്റിയുടെ റിസ്കിനെസ് ആണ് എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. സോ ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഓഫ് സെക്യൂരിറ്റീസ് ദ റിസ്കിനെസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഓവറോൾ പോർട്ട്ഫോളിയോ ഹാസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ പോർട്ട്ഫോളിയോയിലേക്ക് വരികയാണെങ്കിൽ ഫോർ കാൽക്കുലേറ്റിംഗ് ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഓഫ് സെക്യൂരിറ്റീസ് എന്താണ് പോർട്ട്ഫോളിയോ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ റിസ്കിനെസ് ഓഫ് ഈച്ച് സെക്യൂരിറ്റി വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓവറോൾ പോർട്ട്ഫോളിയോ എന്താണ് ഓരോ സെക്യൂരിറ്റീൻ്റെയും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പോർട്ട്ഫോളിയോയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഇൻ്ററാക്റ്റീവ് റിസ്ക്. ഇത് അവർ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇൻ്ററാക്റ്റീവ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എന്താ ഇൻ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ റിട്ടേൺസ് ഓഫ് എ സെക്യൂരിറ്റി മൂവ് വിത്ത് ദ റിട്ടേൺസ് ഓഫ് അതർ സെക്യൂരിറ്റീസ് ഇൻ ദ പോർട്ട്ഫോളിയോ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ റിസ്ക് ഓഫ് ദ പോർട്ട്ഫോളിയോ. അതായത് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി റിട്ടേൺ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതർ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോയിലുള്ള അതർ സെക്യൂരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് അതെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഓവറോൾ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോയിലേക്ക് എത്രയാണ് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ടേം ഉപയോഗിക്കുന്നത് ഇൻ്ററാക്റ്റീവ് റിസ്ക് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്.
So നോക്കുക, covariance is the statistical measure that indicate the interactive risk of a security relative to others in a portfolio of securities. എന്താണ് covariance is the statistical measure എന്താണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒരു പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വന്നു. എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻറ്ററാക്റ്റീവ് റിസ്കിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കോവേരിയൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, യൂസ് ചെയ്യുന്നത്. In other words, the way security returns vary with each other affects the overall risk of the portfolio. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? In other words എന്താണ്, ഈ the way returns vary with each other എന്താണ്, എങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പോർട്ട്ഫോളിയോയിലുള്ള സെക്യൂരിറ്റീസ് എങ്ങനെ എന്ത് ചെയ്യുന്നു, പരസ്പരം വേരി ചെയ്യുന്നു എന്നുള്ളതാണ് എന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക്കുമായിട്ട് എന്ത് ചെയ്യണം, ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, എങ്ങനെയാണ് അവരുടെ ഇൻറ്ററാക്റ്റീവ് റിസ്ക് എന്നുള്ളതെന്നാണ് അതിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദ കോവേരിയൻസ് ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസ് എക്സ് ആൻഡ് വൈ മേ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. എന്താണ് കോവേരിയൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേഷൻ വെച്ച് ഇക്വേഷൻ നോക്കുക. So covariance of xy is equal to sigma rx minus r bar x into ry minus r bar y all divided by n, where vxy is equal to covariance between x and y, rx is equal to return of security x, ry is equal to return of security y, r bar x is equal to expected or mean return of the എന്താണ് security x. Okay, ഇവിടെ ആർ ബാർ വൈ എന്ന് പറയുന്നത് എന്താണ്, ആർ എക്സും അതേപോലെ എന്താണ് ആർ ബാർ വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എന്താണ് സെക്യൂരിറ്റി, എന്താണ് സെക്യൂരിറ്റി വൈ ആണ്. ഓക്കെ, നമുക്ക് കോവേരിയൻസ്, അപ്പം നമുക്ക് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അത് കോവേരിയൻസ് കൊണ്ട് ദ കോവേരിയൻസ് ഈസ് എ മെഷർ ഓഫ് ഹൗ റിട്ടേൺസ് ഓഫ് ടു സെക്യൂരിറ്റീസ് മൂവ് ടുഗദർ. കോവേരിയൻസ് എന്ന് പറയുന്നത് എന്ത് മെഷർ ചെയ്യുന്നതാണ്, സെക്യൂരിറ്റി റിട്ടേൺസ് എങ്ങനെയാണ് പരസ്പരം എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഇഫ് ദ റിട്ടേൺസ് ഓഫ് ദ ടു സെക്യൂരിറ്റീസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ കൺസിസ്റ്റൻ്റ്ലി ദ കോവേരിയൻസ് വുഡ് ബി പോസിറ്റീവ്. അതായത് സെക്യൂരിറ്റി റിട്ടേൺസ് മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ് എങ്കിൽ നമുക്കെന്ത് പറയാം, കോവേരിയൻസ് എന്നാണ്, പോസിറ്റീവ് ആണ് എന്ന് പറയാം. And if the returns of the two securities move in the opposite direction consistently, security returns എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് നെഗറ്റീവ് കോവേരിയൻസ് ആണ് എന്ന് പറയാം. ആൻഡ് ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് റിട്ടേൺസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ, എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ എന്താണ് നമുക്ക് എന്ത് പറയാം, കോവേരിയൻസ് വുഡ് ബി ക്ലോസ് ടു സീറോ. എന്താണ് സീറോയുടെ അടുത്തായിരിക്കും, എന്താണ് ക്ലോസ് ടു സീറോ ആയിരിക്കും എന്ത് കോവേരിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവേരിയൻസ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഇൻറ്ററാക്റ്റീവ് റിസ്ക് ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസിൽ. എന്താണ് കോവേരിയൻസ് എന്ന് പറയുന്നത്, എന്തിൻ്റെ മെഷറാണ്, ഇൻറ്ററാക്റ്റീവ് റിസ്ക് മെഷർ ചെയ്യുന്നതാണ്. ആൻഡ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ കോവേരിയൻസ് ക്യാൻ ബി സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ ഇത് കോവേരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോവേരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ആൻഡ് ഡിവൈഡിങ് ദ കോവേരിയൻസ് ബിറ്റ്വീൻ ടു സെക്യൂരിറ്റീസ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സെക്യൂരിറ്റി ഗിവ്സ് സച്ച് സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ. അപ്പോൾ എങ്ങനെയാണ് അതിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള കോവേരിയൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ രണ്ട് സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എന്താണ് ഗുണനം മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ട് അതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോവേരിയൻസിനെ നമുക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും, സ്റ്റാൻഡർഡൈസ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മൾ, ഈ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് മെഷർ ഈസ് കാൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇത് ഇക്വേഷൻ നോക്കുക, ആർ എക്സ് വൈ ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഈസ് ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ആർ എക്സ് വൈ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, സി ഒ വി എക്സ് വൈ എന്ന് പറഞ്ഞാൽ കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, സിഗ്മ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സിഗ്മ വൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ഈ കോവേരിയൻസിന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സെക്യൂരിറ്റീസിൻ്റെ എന്താണ് പ്രോഡക്റ്റ് കൊണ്ട് അതിനെന്ത് ചെയ്യുക,
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കോവേരിയൻസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ആ സ്റ്റാൻഡർഡൈസ്ഡ് മെഷറിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ആൻഡ് ഇറ്റ് മേ ബി നോട്ടഡ് ഫ്രം ദ എബോവ് ഇക്വേഷൻ ദാറ്റ് കോവേരിയൻസ് മേ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദീസ് സെക്യൂരിറ്റീസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് സെക്യൂരിറ്റീസ്. അപ്പം മുകളിലുള്ള എന്തിൽ നിന്നും ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കോവേരിയൻസ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും കൂടി കിട്ടിയില്ല. എന്താണ് ഈ കോവേരിയൻസ് ഈസ് ഈക്വൽ ടു എന്താണ് RXY ഇൻറ്റു എന്താണ് സിഗ്മ എക്സ് സിഗ്മ വൈ. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടുന്നതായി കോവേരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഓക്കെ. And the correlation coefficient may range from -1 to +1. എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, -1 നിന്നും എവിടെ വരെയാണ്, +1 വരെയാണ്. സോ എ വാല്യൂ ഓഫ് -1 ഇൻഡിക്കേറ്റ് perfect negative correlation between security returns while the value of +1 indicates a perfect positive correlation. അപ്പോൾ ഒരു -1 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നെഗറ്റീവ് കോറിലേഷൻ ആണ് എന്നാണ് സെക്യൂരിറ്റീസ് തമ്മിൽ. അതേപോലെ എന്താണ് +1 ആണ് കിട്ടുന്നത് എങ്കിൽ എന്താണ് ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്നാണ്. ഇപ്പോൾ എന്താ ഈ നെഗറ്റീവ് കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, എന്താ സംഭവിക്കുക, ഇപ്പം പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എങ്കിൽ എന്താ സംഭവിക്കുക, ഒരു പർട്ടിക്കുലർ എന്താണ് എക്കണോമിക് കണ്ടീഷൻ വരുന്ന സമയത്ത് എല്ലാം ഒരേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇപ്പം നഷ്ടം വരുന്ന ഒരു സംഭവമാണെങ്കിൽ എല്ലാം എന്തായാലും നഷ്ടത്തിലേക്ക് വരും. ഇനിയിപ്പോൾ ബൂമാണെങ്കിൽ എന്ത് വരും, എല്ലാ സെക്യൂരിറ്റീസും എന്ത് ചെയ്യും, ബൂം പീരീഡിലേക്ക് വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെന്താണ്, എങ്ങനെയുള്ള സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ട്ഫോളിയോ എടുക്കേണ്ടത്, നെഗറ്റീവ് കോറിലേഷൻ ഉള്ള എന്താണ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെഗറ്റീവ് കോറിലേഷൻ ഉള്ള സെക്യൂരിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ എവിടെ ആഡ് ചെയ്യേണ്ടത്, പോർട്ട്ഫോളിയോയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. സോ എ വാല്യൂ ക്ലോസ് ടു 0 വുഡ് ബി ഇൻഡിക്കേറ്റ് ദാറ്റ് എന്താണ് റിസൾട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് എന്ത് കാണിക്കുന്നത്, വാല്യൂ ക്ലോസ് ടു 0 വരുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണിക്കുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റീസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കാറുള്ളത്. ഓക്കെ. So the variance or risk of a portfolio is not simply a weighted average of the variance of the individual securities in the portfolio. എന്നാൽ നേരത്തെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കണ്ടുപിടിച്ച സമയത്ത് നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടിട്ട് അതിൻ്റെ വെയിറ്റിന് എന്ത് ചെയ്തു, അതിനോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ കണ്ടുപിടിച്ചത്. അപ്പോൾ അതേപോലെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയൻസ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. So the relationship between each security in the portfolio with every other security as measured by the covariance of returns has also to be considered. അവിടെ എന്തും കൂടി കണ്ടുപിടിക്കണം, ഇൻറ്ററാക്റ്റീവ് റിസ്കിനെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് സെക്യൂരിറ്റി ഇൻ ദ പോർട്ട്ഫോളിയോ വിത്ത് എവരി അതർ, ഓരോ സെക്യൂരിറ്റീസിനും ആ പോർട്ട്ഫോളിയോയിലുള്ള ബാക്കിയുള്ള സെക്യൂരിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആസ് മെഷേർഡ് ബൈ കോവേരിയൻസ്. കോവേരിയൻസ് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ മെഷർ ചെയ്യുന്നത്, കോവേരിയൻസ് ഓഫ് റിട്ടേൺസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. കാരണം ഇൻറ്ററാക്റ്റീവ് റിസ്ക് ഉണ്ട്. So the variance of a portfolio with only 2 securities in it may be calculated by using this formula. അപ്പം 2 സെക്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. വേർ വേരിയൻസ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു x സ്ക്വയർ n സ്ക്വയർ സിഗ്മ സ്ക്വയർ പ്ലസ് x2 x1 x2 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2x1 x2 ഇൻറ്റു r12 സിഗ്മ 1 സിഗ്മ 2 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കുക. സിഗ്മ സ്ക്വയർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്. x1 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് സെക്യൂരിറ്റി. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് സെക്യൂരിറ്റി. ആൻഡ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ഫസ്റ്റ് സെക്യൂരിറ്റി. സിഗ്മ 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് സെക്കൻഡ് സെക്യൂരിറ്റി. ആൻഡ് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് സെക്യൂരിറ്റി. സിഗ്മ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്കൻഡ് സെക്യൂരിറ്റി. ആൻഡ് R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ദ റിട്ടേൺസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്യൂരിറ്റി.
പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി അബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് എന്നാണ് സ്ക്വയർ റൂട്ട് ഓഫ് എന്നാണ് പോർട്ട്ഫോളിയോ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, ഇത്രയാണ് എന്താ പോർട്ട്ഫോളിയോ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. And if you have any doubts regarding this session, you can ask.